ഹായ് ഫ്രണ്ട്സ്, LP-UP സിലബസ് അധിഷ്ഠിത ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ വൈദ്യുത രസതന്ത്രം എന്ന ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട പോയിൻറ്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ലോഹത്തിനും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവ് വ്യത്യസ്ത രീതിയിലാണ്. ചില ലോഹങ്ങൾ തീവ്രമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ മറ്റ് ചില ലോഹങ്ങൾ സാവധാനം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. സോഡിയം, മാഗ്നീഷ്യം, അയൺ, കോപ്പർ, സോഡിയം Na, മാഗ്നീഷ്യം Mg, അയൺ Fe, കോപ്പർ Cu എന്നീ ലോഹങ്ങളിൽ തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹം ഏത്? സോഡിയമാണ്. സോഡിയം, മാഗ്നീഷ്യം, അയൺ, കോപ്പർ എന്നീ ലോഹങ്ങളിൽ തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹമാണ് Na അല്ലെങ്കിൽ സോഡിയം. പൊട്ടാസ്യം, സോഡിയം എന്നീ ലോഹങ്ങളൊക്കെ തണുത്ത ജലവുമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ മാഗ്നീഷ്യം ചൂടുള്ള ജലവുമായി മാത്രം പ്രവർത്തിക്കുന്നു. അപ്പോൾ സോഡിയം, പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്നു. മാഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ചൂടുള്ള ജലവുമായി മാത്രം പ്രവർത്തിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നീഷ്യം. ലോഹങ്ങൾ നേർത്ത ആസിഡുമായോ ജലവുമായോ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ഇയറൊക്കെ PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. ലോഹങ്ങൾ നേർത്ത ആസിഡുമായോ ജലവുമായോ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപ്പം നേർപ്പിച്ച ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകമാണ് ഹൈഡ്രജൻ. നോക്കി, ഇനി ലോഹം സോഡിയം തണുത്ത ജലത്തിൽ തീവ്രമായി പ്രവർത്തിക്കുന്നു, ഒരു വാതകം ഉണ്ടാകുന്നു. ഏതാണ് ആ വാതകം? ഹൈഡ്രജൻ. മാഗ്നീഷ്യം പ്രവർത്തനമില്ല, കോപ്പർ പ്രവർത്തനമില്ല. അതുപോലെ മാഗ്നീഷ്യത്തിന് ചൂടുള്ള ജലത്തിൽ പ്രവർത്തിക്കുന്നു, ഒരു വാതകമുണ്ടാകുന്നു. അത് ഏതാണ്? ഹൈഡ്രജൻ. അപ്പോൾ ലോഹങ്ങൾ ആസിഡുകളുമായും ജലവുമായും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകമാണ് ഹൈഡ്രജൻ. നോക്കിയ പുതുതായി മുറിച്ച ലോഹങ്ങളുടെ പ്രതലത്തിന് തിളക്കമുണ്ടാകുന്ന സവിശേഷത ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ലെസ്റ്റർ എന്ന് പറയും. സോഡിയത്തിൻ്റെ മുറിക്കപ്പെട്ട കഷ്ണത്തിൻ്റെ തിളക്കം കുറഞ്ഞു വരുന്നതിന് കാരണം അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലാംശം എന്നിവ സോഡിയവുമായി പ്രവർത്തിച്ച് അതിൻ്റെ സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. സോഡിയവും പൊട്ടാസ്യവും ഒക്കെ കത്തി കൊണ്ട് മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങളാണ്. സോഡിയത്തിൻ്റെ മുറിക്കപ്പെട്ട കഷ്ണത്തിൻ്റെ തിളക്കം കുറഞ്ഞു വരുന്നതിന് കാരണം എന്താണ്? അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലാംശം എന്നിവ സോഡിയവുമായി പ്രവർത്തിച്ച് അതിൻ്റെ സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ പുതുതായിട്ട് മുറിച്ച ഒരു മാഗ്നീഷ്യം റിബൺ വായുവിൽ തുറന്നു വെച്ചാൽ തിളക്കം നഷ്ടപ്പെടാൻ കാരണം എന്താണ്? മാഗ്നീഷ്യം വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് മാഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യും. അലൂമിനിയം പാത്രങ്ങളുടെ നിറം മങ്ങും കുറച്ച് കഴിയുമ്പോൾ. ചെമ്പ് പാത്രങ്ങൾ മാസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ക്ലാവ് പിടിക്കും. മാഗ്നീഷ്യം, കോപ്പർ, സ്വർണം, സോഡിയം, അലൂമിനിയം എന്നീ ലോഹങ്ങളിൽ വേഗം തിളക്കം നഷ്ടപ്പെടുന്ന ലോഹം ഏതാണ്? ഇപ്പോൾ ഇത് ഏതാണ് പറയുന്നത്? ഇപ്പോൾ വായുവുമായി പ്രവർത്തിച്ച് വേഗം തിളക്കം നഷ്ടപ്പെടുന്ന ലോഹം മാഗ്നീഷ്യം, കോപ്പർ, സ്വർണം, സോഡിയം, അലൂമിനിയം. അപ്പോൾ നമുക്കറിയാം, സ്വർണം എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നില്ല. കോപ്പർ കുറേ കഴിയുമ്പോൾ അതിൻ്റെ തിളക്കം നഷ്ടപ്പെടും. അലൂമിനിയം അങ്ങനെ തന്നെ, പെട്ടെന്നൊന്നും തിളക്കം നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സോഡിയം വേഗം തിളക്കം നഷ്ടപ്പെടുന്ന ലോഹം. അപ്പോൾ ഈ മാഗ്നീഷ്യം, കോപ്പർ, സ്വർണം, സോഡിയം, അലൂമിനിയം ഈ ലോഹങ്ങളിൽ വേഗം തിളക്കം നഷ്ടപ്പെടുന്ന ലോഹമാണ് സോഡിയം. അപ്പോൾ ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന ക്രമത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇപ്പോൾ ഓപ്ഷനായിട്ട് ഇങ്ങനെ ക്രിയാശീല ശ്രേണി അല്ലെങ്കിൽ റിയാക്റ്റീവ് സീരീസ് ചോദിക്കാം. അപ്പോൾ ഇതിൽ ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷി
കുറഞ്ഞു വരുന്ന ക്രമത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ശ്രേണിയാണ് എന്ത്? ക്രിയാശീല ശ്രേണി. ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന ക്രമത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി. അപ്പോൾ ആ ക്രിയാശീല ശ്രേണിയിൽ നോക്കിയേ, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മാഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. ഇതാണ് അതിൻ്റെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് റിയാക്റ്റീവ് സീരീസ് എന്ന് പറയുക. ഇതൊന്ന് ഓർത്ത് വെക്കണം. പൊട്ടാസ്യം, സോഡിയം ഒക്കെ രാസപ്രവർത്തന ശേഷി കൂടുതലാണ്. അപ്പോൾ ഗോൾഡ് നോക്കിയേ, ലാസ്റ്റാണ് കിടക്കുന്നത്. അപ്പോൾ അതിലൊരു ഹൈഡ്രജൻ, ഇപ്പോൾ ഹൈഡ്രജൻ്റെ മുകളിലേക്ക് ഒരു ആരോ മാർക്ക് ഉണ്ട്, ഹൈഡ്രജൻ്റെ താഴേക്കും ആരോ മാർക്ക് ഉണ്ട് അല്ലേ. നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രമീകരണം. അതുകൊണ്ടാണ് ഹൈഡ്രജൻ്റെ മേലേക്കുള്ള ഈ ലോഹങ്ങളൊക്കെ എന്താണ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലെയുള്ള ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. ക്രിയാശീല ശ്രേണിയിൽ രാസപ്രവർത്തന ശേഷിയുടെ താരതമ്യത്തിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള മൂലകമാണ് ഹൈഡ്രജൻ. അപ്പോൾ ഇതിൻ്റെ ഹൈഡ്രജൻ്റെ താഴത്തേക്കുള്ള മൂലകങ്ങളുടെ രാസപ്രവർത്തന ശേഷി കുറവാണ്. അപ്പോൾ ക്രിയാശീല ശ്രേണിയിൽ, ഇതാണ് ക്രിയാശീല ശ്രേണി. ഈ ശ്രേണിയിൽ രാസപ്രവർത്തന ശേഷിയുടെ താരതമ്യത്തിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ മേലേക്കുള്ള മൂലകങ്ങളൊക്കെ കൂടുതലായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഹൈഡ്രജനെ റിലീസ് ചെയ്യാൻ കഴിവുള്ള ലോഹങ്ങളാണ്. താഴോട്ട് വരുന്തോറും രാസപ്രവർത്തനത്തിൻ്റെ ശേഷി കുറയുന്നു. ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷിയുടെ അവരോഹണ ക്രമത്തിൽ, അതായത് കുറഞ്ഞു വരുന്ന ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഒരു പട്ടികയാണ് എന്ത്? ക്രിയാശീല ശ്രേണി. ഡെഫിനിഷന് നിങ്ങൾ ഓർത്തു വെക്കണം. ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷിയുടെ അവരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഒരു പട്ടികയാണ് ക്രിയാശീല ശ്രേണി. ഇനി നമുക്ക് അടുത്തതായിട്ട് ആദേശ രാസപ്രവർത്തനങ്ങൾ നോക്കാം. രാസപ്രവർത്തന ശേഷി കൂടുതലുള്ള ലോഹത്തിന് ലവണ ലായനിയിലുള്ള അതിനേക്കാൾ ക്രിയാശേഷി കുറഞ്ഞ ലോഹത്തിന് ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യാൻ കഴിവുണ്ട്. ഇത്തരം രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ. രാസപ്രവർത്തന ശേഷി കൂടുതലുള്ള ലോഹത്തിന് അതിനേക്കാൾ ക്രിയാശേഷി കുറഞ്ഞ ലോഹത്തിന് ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യാൻ കഴിവുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ. ആദേശ രാസപ്രവർത്തനത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് ഓക്സീകരണം സംഭവിക്കുന്നു, ഓക്സിഡേഷൻ. കുറഞ്ഞ ലോഹങ്ങൾക്ക് നിരോക്സീകരണം സംഭവിക്കുന്നു. ആദേശ രാസപ്രവർത്തനത്തിൽ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾക്ക് നിരോക്സീകരണം സംഭവിക്കുന്നു. അപ്പോൾ ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ആദേശ രാസപ്രവർത്തനങ്ങൾ റിഡോക്സ് പ്രവർത്തനങ്ങളാണ്. ആദേശ രാസപ്രവർത്തനങ്ങൾ റിഡോക്സ് പ്രവർത്തനങ്ങളാണ്. ആദേശ രാസപ്രവർത്തനത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് ഓക്സീകരണം സംഭവിക്കുന്നു, ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ആദേശ രാസപ്രവർത്തനത്തിൽ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾക്ക് നിരോക്സീകരണം സംഭവിക്കുന്നു. ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗാൽവനിക് സെല്ല് നോക്കാം. എന്താണ് ഗാൽവനിക് സെല്ല് എന്ന് പറഞ്ഞാൽ? ലോഹങ്ങളുടെ ക്രിയാശീലത്തിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഗാൽവനിക് സെൽ. എന്താണ് ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ? ലോഹങ്ങളുടെ
ക്രിയാശീലത്തിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഗാൽവനിക് സെൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു പല ലോഹങ്ങളും പല രീതിയിലാണ് അവരുടെ ക്രിയാശീലം എന്ന് പറഞ്ഞു. അതായത് ഓരോ ലോഹത്തിനും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവ് വ്യത്യസ്ത രീതിയിലാണെന്ന് പറഞ്ഞു. ചില ലോഹങ്ങൾ തീവ്രമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ മറ്റ് ചില ലോഹങ്ങൾ സാവധാന രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ ലോഹങ്ങളുടെ ക്രിയാശീലത്തിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഗാൽവനിക് സെൽ. റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ക്രമീകരണം. എന്താണ് റിഡോക്സ് രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ? ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയം നടക്കും. ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുന്ന ആദേശ രാസപ്രവർത്തനങ്ങൾ. അപ്പോൾ റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ക്രമീകരണമാണ് ഗാൽവനിക് സെൽ. ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് പറയും. ഗാൽവനിക് സെല്ലിൽ റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഇലക്ട്രോൺ കൈമാറ്റമാണ് സെല്ലിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്നത്. ഗാൽവനിക് സെല്ലിൽ റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഇലക്ട്രോൺ കൈമാറ്റമാണ് സെല്ലിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്നത്. ഗാൽവനിക് സെല്ലിലെ വൈദ്യുത പ്രവാഹ ദിശ എങ്ങനെയായിരിക്കും? ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും. ഗാൽവനിക് സെല്ലിലെ വൈദ്യുത പ്രവാഹ ദിശ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും. അപ്പോൾ റിഡോക്സ് പ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ക്രമീകരണമാണ് ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ. ഇനി വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. വൈദ്യുതോർജം ഉപയോഗിക്കുന്ന ഒരു രാസപ്രവർത്തനമാണ് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം. വൈദ്യുതി കടന്നു പോകുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിൽ നടക്കുന്ന രാസമാറ്റ പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിൽ നടക്കുന്ന രാസമാറ്റ പ്രക്രിയയെ വൈദ്യുത വിശ്ലേഷണം എന്ന് വിളിക്കുന്നു. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥമാണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിൽ നടക്കുന്ന രാസമാറ്റ പ്രക്രിയയെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നു. ഉരുകിയ അവസ്ഥയിലോ ജലീയ ലായനികളിലോ വൈദ്യുതി കടത്തിവിടുന്നതോടൊപ്പം രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. എന്താണ് ഇലക്ട്രോലൈറ്റുകൾ? വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥമാണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ എന്നിവ ഉരുകിയ അവസ്ഥയിലോ ജലീയ ലായനിയിലോ ഇലക്ട്രോലൈറ്റുകളാണ്. ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ അവയുടെ ഉരുകിയ അവസ്ഥയിലും ലായനികളായിരിക്കുമ്പോഴും ഇലക്ട്രോലൈറ്റുകളാണ്. ഉരുകിയ അവസ്ഥയിലോ ജലീയ ലായനിയിലോ ഇലക്ട്രോലൈറ്റുകളുടെ അയോണുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. ഈ അയോണുകൾ ഇലക്ട്രോലൈറ്റുകളിലെ വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്നു. വൈദ്യുത വിശ്ലേഷണത്തിന് ആദ്യമായി ശാസ്ത്രീയ വിശദീകരണം നൽകിയത് മൈക്കൽ ഫാരഡെ ആണ്. വൈദ്യുത വിശ്ലേഷണത്തിന് ആദ്യമായി വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡെ. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന വസ്തുക്കളാണ് എന്ത്? ഇലക്ട്രോഡുകൾ എന്ന് പറഞ്ഞാൽ. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന വസ്തുക്കളാണ് ഇലക്ട്രോഡ്. ഒരു ലോഹം അതിൻ്റെ തന്നെ സംയുക്ത ലായനിയിൽ മുക്കി വച്ചിരിക്കുന്ന സംവിധാനമാണ് ഇലക്ട്രോഡ്. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന വസ്തുക്കൾ ഇലക്ട്രോഡുകൾ. വൈദ്യുത വിശ്ലേഷണ സമയത്ത് ഒരു ഇലക്ട്രോഡ് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും മറ്റൊന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു. വൈദ്യുതി വിശ്ലേഷണം എന്താ? വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞത് വൈദ്യുതി കടത്തിവിടുമ്പോൾ ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനം. വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ സമയത്ത് ഒരു ഇലക്ട്രോഡ് എന്ത് ചെയ്തിട്ടുണ്ട്?
ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും മറ്റൊന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് ആനോഡ്. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് കാഥോഡ്. ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് കാഥോഡ്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് കാഥോഡ്. ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ആനോഡ്. നിരോക്സീകരണം റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡ് കാഥോഡ്. വൈദ്യുത വിശ്ലേഷണ സെല്ലുകളിൽ ഓക്സീകരണം പോസിറ്റീവ് ഇലക്ട്രോഡിലും നിരോക്സീകരണം നെഗറ്റീവ് ഇലക്ട്രോഡിലും നടക്കുന്നു. അതായത് വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണം. വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്ന പ്രവർത്തനം നിരോക്സീകരണം. നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളെ കാറ്റയോണുകൾ എന്നും പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് നീങ്ങുന്ന നെഗറ്റീവ് അയോണുകളെ ആനയോണുകൾ എന്നും വിളിക്കുന്നു. എന്താണ് കാറ്റയോണുകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളെ കാറ്റയോണുകൾ എന്നും പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് നീങ്ങുന്ന നെഗറ്റീവ് അയോണുകളെ ആനയോണുകൾ എന്നും വിളിക്കുന്നു. നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളാണ് കാറ്റയോണുകൾ. പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഇലക്ട്രോണുകളാണ് ആനയോണുകൾ. കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോണുകൾക്ക് സംഭവിക്കുന്ന മാറ്റം നിരോക്സീകരണം. ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോണുകൾക്ക് സംഭവിക്കുന്ന മാറ്റം ഓക്സീകരണം. കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോണുകൾക്ക് നിരോക്സീകരണം സംഭവിക്കുന്നു. ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോണുകൾക്ക് ഓക്സീകരണം സംഭവിക്കുന്നു. ഇനി എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? വൈദ്യുത വിശ്ലേഷണം ഉപയോഗിച്ച് ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹത്തിൻ്റെ ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. വൈദ്യുത വിശ്ലേഷണം ഉപയോഗിച്ച് ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹത്തിൻ്റെ ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അത് വൈദ്യുതി കടത്തിവിടുമ്പോൾ ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാക്കുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം. അപ്പോൾ വൈദ്യുത വിശ്ലേഷണം ഉപയോഗിച്ച് ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹത്തിൻ്റെ ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഈ നേർത്ത ആവരണം ലോഹത്തിൻ്റെ ഭംഗി മെച്ചപ്പെടുത്തുന്നതിനും ലോഹനാശത്തെ തടയുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിനുമേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്തെടുക്കുന്ന രീതിയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ലോഹത്തിന് ഭംഗി വർദ്ധിപ്പിക്കാനും ലോഹനാശം തടയാനും വേണ്ടിയിട്ടാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതു വസ്തുവിന് മേലാണോ ആവരണം ഉണ്ടാക്കേണ്ടത് അതിനെ ബാറ്ററിയുടെ നെഗറ്റീവ് അഗ്രത്തിൽ ബന്ധിപ്പിക്കുക. പൂശേണ്ട ലോഹം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് ബന്ധിപ്പിക്കുക. ആവരണം ചെയ്യപ്പെടേണ്ട ലോഹത്തിൻ്റെ ലവണലായനി ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുക. ഇങ്ങനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുന്നത്. ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ ലോഹം ആവരണം ചെയ്യേണ്ട വസ്തു ബാറ്ററിയുടെ നെഗറ്റീവ് അഗ്രത്തിൽ ബന്ധിപ്പിക്കുക. നെഗറ്റീവ് ടെർമിനലിലും പൂശേണ്ട ലോഹം പോസിറ്റീവ് ടെർമിനലിനോടും ബന്ധിപ്പിക്കുന്നു. ആവരണം ചെയ്യപ്പെടേണ്ട ലോഹത്തിൻ്റെ ലവണലായനി ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുക. അപ്പോൾ ഇലക്ട്രോലൈറ്റിൽ ലോഹ ആവരണം ചെയ്യപ്പെടേണ്ട വസ്തു
വസ്തുവിനെ നെഗറ്റീവ് ടെർമിനലും പൂശേണ്ട ലോഹം പോസിറ്റീവ് ടെർമിനലോടും ബന്ധിപ്പിക്കുന്നു. ഇലക്ട്രോലൈറ്റ് എന്താണ്? ആവരണം ചെയ്യേണ്ട വസ്തുവിൻ്റെ ലായനിയാണ് ഇലക്ട്രോലൈറ്റ്. ഇപ്പോൾ ഇരുമ്പ് വളയിലൊക്കെ ചെമ്പ് പൂശുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. എന്താണ് മലയാളം? വൈദ്യുത ലേപനം എന്ന് പറയും. എക്സാമ്പിൾ, ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നത് ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഉദാഹരണമാണ്. വൈദ്യുത ലേപനത്തിൻ്റെ ഉദാഹരണങ്ങളാണ് വെള്ളി പൂശിയ പാത്രങ്ങൾ, സ്വർണം പൂശിയ ആഭരണങ്ങളൊക്കെ. ഇരുമ്പ് വളയിലൊക്കെ ചെമ്പ് പൂശുന്നതും വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഉദാഹരണമാണ്. ഇനി വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പ്രായോഗിക ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ലോഹങ്ങളുടെ ഉൽപ്പാദനം, പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, അലൂമിനിയം തുടങ്ങിയ ലോഹങ്ങൾ അവയുടെ സംയുക്തങ്ങളുടെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ലോഹങ്ങളുടെ ഉൽപ്പാദനത്തിനാണ് നമ്മൾ വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കുന്നത്. പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, അലൂമിനിയം തുടങ്ങിയ ലോഹങ്ങൾ അവയുടെ സംയുക്തങ്ങളുടെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിന്നെ ലോഹങ്ങളുടെ ഉൽപ്പാദനത്തെ കൂടാതെ അലോഹങ്ങളുടെ ഉൽപ്പാദനം, ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ തുടങ്ങിയവ ഈ രീതി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന അലോഹങ്ങളാണ്. പിന്നെന്താണ്? സംയുക്തങ്ങളുടെ ഉൽപ്പാദനം, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയ സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും എന്തുപയോഗിക്കുന്നു? വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കുന്നു. ഇപ്പോൾ ലോഹങ്ങൾ ഉണ്ടാക്കാനും അലോഹങ്ങൾ ഉണ്ടാക്കാനും സംയുക്തങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ ലോഹങ്ങളുടെ ശുദ്ധീകരണം, ചെമ്പ്, സ്വർണം തുടങ്ങിയ ലോഹങ്ങളെ വൈദ്യുത വിശ്ലേഷണം വഴി ശുദ്ധീകരിക്കുന്നു. ഇനി നമുക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ LP UPക്ക് ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. വെള്ളി സ്പൂണിൽ സ്വർണം പൂശുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സിൽവർ സയനൈഡ്, സോഡിയം സയനൈഡ് ആൻഡ് ഗോൾഡ് സയനൈഡ്, സിൽവർ നൈട്രേറ്റ്, അലൂമിനിയം സൾഫേറ്റ് ഇവയൊന്നുമല്ല. വെള്ളി സ്പൂണിൽ സ്വർണം പൂശുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റാണ് സോഡിയം സയനൈഡ് ആൻഡ് ഗോൾഡ് സയനൈഡ്. സോഡിയം ക്ലോറൈഡ് ലായനി വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകുമ്പോൾ കാഥോഡിൽ കിട്ടുന്ന പദാർത്ഥം സോഡിയം, ഹൈഡ്രജൻ, ക്ലോറിൻ, ഓക്സിജൻ ഇതൊന്നുമല്ല. നോക്കിയേ, ഖരാവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡ് വൈദ്യുതവാഹിയല്ല. ഖരാവസ്ഥയിലായിരിക്കുമ്പോൾ അതിൽ അയോണുകൾക്ക് ചലന സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടാണിത്. എന്നാൽ ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ കൂടി വൈദ്യുതി കടന്നു പോകും. സോഡിയം ക്ലോറൈഡ് ഉരുകുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോണുകളും നെഗറ്റീവ് ചാർജുള്ള ക്ലോറിൻ അയോണുകളും ഉണ്ടാകുന്നു. ആ രാസപ്രവർത്തനം നോക്കിയേ. NaCl സോഡിയം ക്ലോറൈഡിൽ സോഡിയം പോസിറ്റീവ് അയണും ക്ലോറിൻ നെഗറ്റീവ് അയണും. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡ്, അതായത് ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോൺ ഏതാണ്? Cl- ആണ് ക്ലോറിൻ. പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയൺ ക്ലോറിൻ, നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോൺ സോഡിയമാണ്. അപ്പോൾ ആൻസർ സോഡിയം. സോഡിയം ക്ലോറൈഡ് വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകുമ്പോൾ കാഥോഡിൽ ലഭിക്കുന്നത് സോഡിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ്, അമോണിയം ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ക്ലോറൈഡ്. ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് അമോണിയം ക്ലോറൈഡ്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ലവണ്ണം പഠിക്കുക, നോട്ടൊക്കെ കുറിച്ച് വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. വീണ്ടും ഒരു കെമിസ്ട്രി ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.